Good morning, dear students. +1 Mathematics Improvement ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സെഷനിൽ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ബാക്കി ചോദ്യങ്ങളും കൂടെ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. Write the domain and range of the function given below. Also define f of x. ഒരു ഫിഗർ തന്നിട്ട് ഗ്രാഫ് തന്നിട്ട് ഡൊമെയിനും റേഞ്ചും എഴുതാനുള്ള ചോദ്യം സാധാരണ പരീക്ഷയ്ക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ നടത്തിയാൽ മതി. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എക്സിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊടുക്കുന്നു. നോക്കൂ, നിങ്ങൾ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എവിടം മുതൽ എവിടം വരെയാണ് നിൽക്കുന്നത്? -4 മുതൽ +4 വരെയാണ് ഈ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ എക്സിന്റെ വാല്യൂസ് ഫ്രം -4 to +4. ഇപ്പോൾ ഇവിടെ 4ൽ കണക്ട് ചെയ്യാതെ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇവിടെ -4 മുതൽ +4 വരെ മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവെൽ -4 +4. ഈസി അല്ലേ? ഇനി റേഞ്ച് നോക്കാം. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y വാല്യൂസ് ആണ്. നോക്കൂ, നിങ്ങൾ ഇതിന്റെ y വാല്യൂ തുടങ്ങുന്നത് ഇവിടെ എല്ലാം ഫംഗ്ഷൻസ് ഉണ്ട്, ഇവിടെയൊക്കെ ഫംഗ്ഷൻസിന്റെ വാല്യൂസ് ഉണ്ട്. എല്ലാം എക്സ് ആക്സിന്റെ മേൽപോട്ട് മാത്രമേ ഉള്ളൂ അല്ലെ. എബവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0നേക്കാൾ വലിയ നമ്പേഴ്സ് മാത്രം. ഏതുവരെ മാക്സിമം പോകുന്നുള്ളൂ? 4 വരെ മാക്സിമം ഇതിന്റെ ഹൈറ്റ് എത്തുന്നുള്ളൂ. ഈ ഗ്രാഫിന്റെ ഹൈറ്റ് ഇതാ ഇവിടുന്ന് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എല്ലാം ഇതിന് വാല്യൂസ് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ വാല്യൂസ് ആണ് അല്ലെ. 1 2 3 വരെ ഒരു മാക്സിമം ഇതിന്റെ വാല്യൂ എത്തുന്നത് 4 വരെ മാത്രമേ ഉള്ളൂ. 0 മുതൽ 4 വരെയാണ് ഈ ഫംഗ്ഷന്റെ ഹൈറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ റേഞ്ച് 0 to 4 ക്ലോസ്ഡ് ഇന്റർവെൽ 0 4 ആയിരിക്കും. ഇനി ഇതിന്റെ ഡിഫൈൻ എഫ് ഓഫ് എക്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു സർക്കിളിന്റെ ഭാഗമാണ് അല്ലെ. ഒരു സെമി സർക്കിളാണ് ഇത്, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ അപ്പർ പാർട്ടാണ്. നമുക്കറിയാം റേഡിയസ് 4 യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സെന്റർ അറ്റ് ഒറിജിൻ റേഡിയസ് r വന്നു കഴിഞ്ഞാൽ x² + y² r² നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താണ് യഥാർത്ഥത്തിൽ? x² + y² 4² ആയിരിക്കും അല്ലേ. 4 ആണ് റേഡിയസ്. ഇതിൽ നിന്ന് നമ്മൾ y കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഓക്കെ, y² = 16 - x². therefore y = √16 - x². ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഈ √16 - x² ഗ്രാഫാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതിയിട്ടില്ല, പ്ലസ് റൂട്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പ്ലസ് റൂട്ട് എഴുതുമ്പോഴാണ് ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ മൈനസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്കിളിന്റെ ലോവർ പാർട്ട് കിട്ടും, ലോവർ സെമി സർക്കിൾ ആയിരിക്കും കിട്ടുക. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ ആയിരിക്കില്ല. ഇപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ y = √16 - x² എന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും നിങ്ങൾക്ക് ഡൊമെയിനും റേഞ്ചും എഴുതാൻ പറ്റണം. ചിലപ്പോൾ ഈ ഫംഗ്ഷൻ നേരിട്ട് ചോദിക്കും. √16 - x² ഡൊമെയിനും റേഞ്ചും ചിത്രം തരാതെ ചോദിച്ചാൽ ഈ 16 മാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. എന്നിട്ട് -4 ക്ലോസ് ഇന്റർവൽ -4 +4 ഇതിന്റെ റൂട്ടാണ്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പോസിറ്റീവ് ഹാഫ് സൈഡ് എഴുതി കൊടുത്താൽ മതി. 0 4 ഇൻക്ലൂഡിങ് 0. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇതേ രൂപത്തിലുള്ള മറ്റൊരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. f of x = √9 - x². ഇതിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കും, ഒരു സെമി സർക്കിൾ ആയിരിക്കും. നിങ്ങൾക്കിത് നോക്കാതെ തന്നെ പറയാൻ പറ്റും. ഈ 9 ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡൊമെയിൻ പറയാൻ പറ്റും. എന്തായിരിക്കും ഡൊമെയിൻ? യെസ്, ക്ലോസ്ഡ് ഇന്റർവൽ -3 3 ആയിരിക്കും. ഓക്കെ, 9 വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് എപ്പോഴും റൂട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് പോസിറ്റീവ് നമ്പർ മാത്രം നമ്മൾ അടർത്തി എടുക്കുന്നു, ഇതിന്റെ ഹാഫ് ആക്കി എഴുതുന്നു. 0 3 ആയിരിക്കും ഈ ഫംഗ്ഷന്റെ റേഞ്ച്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മോഡലാണ് ഫംഗ്ഷൻ എങ്കിൽ a ഒരു പോസിറ്റീവ് നമ്പർ ആവണം. സ്മോൾ a ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡൊമെയിൻ എഴുതാം -a ക്ലോസ്ഡ് ഇന്റർവൽ -a ആൻഡ് റേഞ്ച് = 0 a എന്ന് എഴുതി കൊടുത്താൽ മതി. ഇപ്പം 9 49. ഇനി റൂട്ടില്ലാത്ത 10 വന്നാലോ? 10 - x² ആകുമ്പോൾ നിങ്ങൾ ഇവിടെ -√10 ഇവിടെ +√10 എന്ന് എഴുതി കൊടുത്താൽ മതി. ഇവിടെ റൂട്ടിലെ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ റൂട്ട് എഴുതിയത്. ക്ലിയർ? ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ a² എന്ന് വേണം കേട്ടോ. a² - x² എന്ന് വരുമ്പോഴാണ് -a
പ്ലസ് എ എന്ന് വരിക. അല്ലെങ്കിൽ ഇവിടെ റൂട്ട് എ എന്ന് എഴുതേണ്ടി വരും. ഇപ്പോൾ ഇത് കറക്റ്റാണ്, മൈനസ് എ എ. ഇവിടെ 9 വന്നപ്പോൾ കണ്ടില്ല, ഇവിടെ 3 -3 +3 വന്നതുകൊണ്ട് ഈ ഒരു മോഡൽ വരികയാണെങ്കിൽ നിങ്ങൾ മൈനസ് എ എഴുതാവുന്നതാണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഡൊമെയിൻ ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. ഇവിടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉള്ള റാഷണൽ ഫംഗ്ഷൻസിന്റെ മോഡൽ ഫംഗ്ഷൻസ് ആണ് അല്ലെ. ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഫംഗ്ഷൻസ് ആണ്. ഇങ്ങനെ ഡിനോമിനേറ്റർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡൊമെയിൻ എഴുതുമ്പോൾ, ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്സ് ആണല്ലോ, ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരുന്ന വാല്യൂസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 വരുന്ന നമ്പേഴ്സിനെ നമ്മൾ മാറ്റി നിർത്തണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, ഡിനോമിനേറ്റർ 0 വരില്ല, എക്സിന് 0 വരുമ്പോഴാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. അപ്പോൾ മൊത്തം റിയൽ നമ്പർ ആണ് ഇതിന്റെ ഡൊമെയിൻ, ഒരാളൊഴികെ. ആരെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? എക്സ് = 0 നമ്മൾ മാറ്റി നിർത്തണം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ r - set 0 എന്ന് എഴുതണം. ഓക്കെ, വെറും 0 എന്ന് എഴുതി വെക്കരുത്, സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് തന്നെ എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, 1 / x² - 4 അല്ലേ. ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 വരിക? നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. എപ്പോഴാണ്? 2 കൊടുത്താൽ 0 വരും അല്ലേ. വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ 0 വരുമോ? യെസ്, -2 കൊടുത്താലും വരും. നമുക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം. നോക്കൂ നിങ്ങൾ, x² - 4 = 0 എന്ന് എഴുതി. ഓക്കെ, ദാറ്റ് മീൻസ് x² = 4, x ± 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 2 കൊടുത്താലും എക്സിന് -2 അപ്ലൈ ചെയ്താലും ഈ വാല്യൂ ഡിനോമിനേറ്റർ ഈസ് 0. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്ന ആളുകളെ നമ്മൾ മാറ്റി നിർത്തണം മൊത്തം റിയൽ നമ്പറിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? r - set -2 കണ്ടോ, 2 പേരെ മാറ്റി നിർത്തി, 2 പുകഞ്ഞ കൊള്ളിയെ നമ്മൾ പുറത്താക്കി, 0 വരുന്ന ആളുകളെ നമ്മൾ മാറ്റി നിർത്തി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 വരിക? അത് നോക്കിയാൽ തന്നെ കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മോഡ് എക്സ് ഇവിടെ 1 വരണം അല്ലേ. ഇവിടെ 1 വരണമെങ്കിൽ എക്സിന് 1 കൊടുത്താൽ മതി. അപ്പോൾ എക്സിന് 1 വരാൻ പാടില്ല. വീണ്ടും നമ്മുടെ മോഡുലസ് ആണ് അല്ലേ. എക്സിന് -1 കൊടുത്താലോ? -1 കൊടുത്താലും ഇവിടെ മോഡുലസ് ഉള്ളത് കൊണ്ട് അത് +1 ആയിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ ഈ 1 - mod x എപ്പോഴൊക്കെ 0 വരും? യെസ്, എക്സിന് 1 കൊടുത്താലും 0 വരും, എക്സിന് -1 കൊടുത്താലും 0 സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ 2 പേരെ മാറ്റി നിർത്തണം. ആരൊക്കെ മാറ്റി നിർത്തണം? യെസ്, r - set -1 + 1. ഇപ്പോൾ ഡിനോമിനേറ്റർ വരുന്ന ഫംഗ്ഷൻസിനെ നിങ്ങൾ നോക്കേണ്ടത് ഡിനോമിനേറ്റർ മാത്രം നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ 0 വരുന്ന ആളുകളെ നമ്പേഴ്സിനെ മൊത്തം റിയൽ നമ്പറിൽ നിന്ന് മാറ്റി നിർത്തണം. മാറ്റി നിർത്തുക എന്നുള്ളതിന് മൈനസ് എന്ന് എഴുതിയിട്ട് ആ നമ്പേഴ്സ് എഴുതി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ സ്വയം പറയാൻ പറ്റും. ഇവിടെ ഡിനോമിനേറ്റർ ആരാണ് നോക്കൂ, x² - 5x + 6 അല്ലേ. അതിന് നമ്മൾ 0 കൊടുത്ത് നോക്കുക. എപ്പോഴാണ് ഇത് 0 വരിക? ഇത് ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ ഇങ്ങനെ കിട്ടും, x - 2 × x - 3 = 0 അല്ലേ. അതിൻ്റെ അർത്ഥം x = 2 അല്ലെങ്കിൽ x = 3 എന്ന് പറഞ്ഞാൽ എക്സിന് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാലും എക്സിന് 3 എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ ഡിനോമിനേറ്റർ 0 ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് 2 പറ്റില്ല, 3യും പറ്റില്ല. ആ 2 ആളുകളെയും നമ്മൾ മാറ്റി നിർത്തണം. സോ ഡൊമെയിൻ = r - set 2, 3. ക്ലിയർ ആണല്ലോ. ഏത് ഡിനോമിനേറ്റർ ഉള്ള ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ 0 വരുന്ന ആളുകളെ മാറ്റി നിർത്തണം. ഒറ്റയടിക്കത് കാണുമ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ ഈ സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട. ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ സ്റ്റെപ്പുകൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. എപ്പോഴാണ് 0 വരിക നോക്കുന്നു. ഇത് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തെന്ന് മാത്രം, ഏത് രൂപത്തിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇവിടെ ഡൊമെയിൻ കാണാനുള്ള ചോദ്യമാണ്. റൂട്ടിനകത്തുള്ള ഫങ്ഷൻസ് ആണ്. റൂട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൂട്ടിനകത്ത് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 0 വരണം. 0യോ പോസിറ്റീവ് നമ്പർ മാത്രമേ ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരാൻ പാടുള്ളൂ റൂട്ടുള്ളത് കൊണ്ട്. റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ഒരിക്കലും റിയൽ നമ്പേഴ്സ് അല്ല. നമുക്കറിയാം അത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, ഇമാജിനറി നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് റൂട്ട് കണ്ടാൽ ഉടനെ മനസ്സിലാക്കിക്കോളൂ, അതിൻ്റെ ഡൊമെയിൻ ആയിട്ട് വരേണ്ടത് > 0 ആയിരിക്കണം. റൂട്ടിനകത്ത് വരുന്ന ആള് > 0. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കൂ നിങ്ങൾ, x - 1 എന്തായിരിക്കണം? > 0. അതിൻ്റെ അർത്ഥം ഈ 1നെ ഇങ്ങോട്ട് സൈഡ് മാറ്റിയാൽ x > 1. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ. x > 1 എന്ന് എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഇന്റർവൽ ഫോമിലേക്ക് മാറ്റിയാൽ 1 ഇൻഫിനിറ്റി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, > 1 മീൻസ് 1 ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാതെ തന്നെ പറയാൻ പറ്റും അല്ലേ. x + 2 എന്തായിരിക്കണം? x + 2 > 0 ആയിരിക്കണം.
റൂട്ട് സ്ക്വയർ റൂട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് അകത്തുള്ള ടേം 0 അല്ലെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്നാണ് കിട്ടുക. ഇതിനെ ഇന്റർവെൽ ആക്കി എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? യെസ്, -2 ഇൻഫിനിറ്റി. ക്ലോസ്ഡ്, ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കണം, ഇവിടെ ഓപ്പൺ ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ബൈ മോഡ് എക്സ്. ഇതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഈ എക്സ് ബൈ മോഡ് എക്സിന്റെ പ്രത്യേകത, ഡൊമെയിൻ നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാം അല്ലേ. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഉള്ളത് കൊണ്ട് ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. അപ്പോൾ r-0 കൃത്യമാണല്ലോ. ഇനി നിങ്ങൾ 0 അല്ലാത്ത ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും, ഏത് പോസിറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 10 കൊടുത്തു നോക്കൂ. 10 ബൈ മോഡ് 10 1 ആയിരിക്കും. 5 ബൈ മോഡ് 5 1 ആയിരിക്കും. ഏത് പോസിറ്റീവ് നമ്പർ കൊടുത്താലും ആൻസർ 1 ആയിരിക്കും. ഏത് നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ആൻസർ -1 ആയിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രാഫിന്റെ ഒരു ഭാഗമാണിത് അല്ലെ. പരിചയമുള്ള ഫംഗ്ഷന്റെ ഒരു പാർട്ടാണിത്. ശരിക്കും സിഗ്നം ഫംഗ്ഷന്റെ ഒരു ഭാഗമാണിത്. ഫുൾ ഫംഗ്ഷൻ അല്ല, ഒരു പാർട്ട് മാത്രം. ഓക്കെ. അപ്പൊ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 ആണ് ആൻസർ. സോ ദ ആൻസർ ഈസ് സെറ്റ് -1 1. ഓക്കെ. രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് വരൂ. അതിലെ ഡൊമെയിൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡൊമെയിൻ എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് 0 ഇൻഫിനിറ്റി. ഓക്കെ. ഇവിടെ ഇത് തന്നിട്ടില്ലെങ്കിൽ ഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞത് കൊണ്ട് 0 ഇൻഫിനിറ്റി ആയിരിക്കും ഡൊമെയിൻ. ഇതിന്റെ റേഞ്ച് കാണാൻ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ റേഞ്ച് കാണാൻ നമ്മൾ y എന്ന് പേര് കൊടുക്കണം. ആദ്യം ഫംഗ്ഷന് y എന്ന് പേര് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് x കണ്ടെത്തും. x കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് y-യുടെ കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയും. നമുക്ക് നോക്കാം ഇതിൽ നിന്ന് എങ്ങനെ x കിട്ടും. 3x = 2 - y, x = 2 - y ഡിവൈഡ് ബൈ 3. എന്തിനാണ് x കണ്ടെത്തിയത് നമുക്ക് നോക്കാം. x ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. x ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ ക്വസ്റ്റ്യനിൽ x ഈസ് പോസിറ്റീവ്. x പോസിറ്റീവ് ആവണമെങ്കിൽ, x എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 - y by 3 ആണല്ലോ. അപ്പൊ x പോസിറ്റീവ് ആവണമെങ്കിൽ ഈ 2 - y by 3 പോസിറ്റീവ് ആവണം അല്ലേ. ഇത് എപ്പോഴാ പോസിറ്റീവ് ആവുക? 3 ഓൾറെഡി പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ന്യൂമറേറ്റർ പോസിറ്റീവ് ആവണം. ന്യൂമറേറ്റർ പോസിറ്റീവ് എന്ന് എങ്ങനെ എഴുതുക നമ്മൾ? യെസ്, 2 - y അല്ലേ ന്യൂമറേറ്റർ. 2 - y ഈസ് as x greater than 0, 2 - y is greater than 0. കണ്ടോ, x പോസിറ്റീവ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇയാൾ പോസിറ്റീവ് ആവണം. ഇയാൾ പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ 2 - y പോസിറ്റീവ് ആവണം. അതാണ് എഴുതിയിരിക്കുന്നത്. 2 - y is പോസിറ്റീവ്. ഓക്കെ. പോസിറ്റീവിനാണ് ഞാൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ y ഇങ്ങോട്ട് സൈഡ് മാറ്റിയാൽ 2 greater than y എന്ന് കിട്ടും. തിരിച്ച് വായിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? y less than 2. y less than 2 എന്ന് വായിക്കുന്നത് എങ്ങനെ? അപ്പൊ നമുക്ക് എഴുതാം, y ആണല്ലോ റേഞ്ച്. അപ്പൊ റേഞ്ച് എന്തായി? y less than 2 എന്ന് പറഞ്ഞാൽ 2-നേക്കാൾ താഴെ, -∞ മുതൽ 2 വരെ. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ റേഞ്ച്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങനത്തെ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ y എന്ന് പേര് കൊടുക്കുന്നു, x കണ്ടെത്തുന്നു. x-നെ കുറിച്ച് കൃത്യമായി ധാരണ ഡൊമെയിനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് y-നെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇതിന്റെ ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡൊമെയിൻ എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ. ഇവിടെ ഇതൊരു പരാബോളയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പരാബോളയാണ് അല്ലെ. പരാബോള ഓപ്പൺ ടു അപ്വേർഡ് ഡയറക്ഷൻ ആണ്. x² എന്ന പരാബോളയെ 2 യൂണിറ്റ് മേലോട്ട് പൊക്കി വെച്ചതാണ്. അപ്പം ഇതിന്റെ റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. x² + 1 ആകുമ്പോൾ 1 ഇൻഫിനിറ്റി, x² + 2 ആകുമ്പോൾ എന്തായിരിക്കും? യെസ്, 2 ഇൻഫിനിറ്റി ആയിരിക്കും. 2 ഇൻഫിനിറ്റി ആണ് ഇതിന്റെ റേഞ്ച്. ഇനി മാത്രമല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, y എന്ന് പേര് കൊടുത്തു, x² + 2. ഇതിന് x കണ്ടെത്തുന്നു. x² = y - 2. ശരിയല്ലേ? അപ്പൊ x എന്തായിരിക്കും? √y - 2. ഇപ്പൊ റൂട്ട് വന്നാൽ എന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതെപ്പോഴും x √y - 2 ആണെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ y - 2 പോസിറ്റീവ് ആവണം. y - 2 greater than or equal to 0 വരണം. എന്ന് പറഞ്ഞാൽ y greater than or equal to 2 ആയിരിക്കണം. ശരിയല്ലേ? ഇപ്പൊ 2 ഇൻഫിനിറ്റി നമുക്ക് ആൻസർ കിട്ടി. ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ പരാബോള നിങ്ങൾക്ക് നല്ല മനസ്സിലുണ്ടാവണം. പരാബോള ഓപ്പൺ അപ്വേർഡ് ഡയറക്ഷൻ ആണ്. x² + 2 ആണ്. അപ്പൊ 2 സ്റ്റെപ്പ് മേലോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2 ഇൻഫിനിറ്റി ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ഡൊമെയിൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഡിനോമിനേറ്ററിൽ 0 വരൽ എപ്പോഴാണ്? യെസ്, x = 2 ആകുമ്പോഴാണ് അല്ലേ. അപ്പൊ ആ 2 എന്ന ആളെ നമ്മൾ മാറ്റി നിർത്തണം. അപ്പൊ എങ്ങനെ മാറ്റി നിർത്തും? r-2. ഇനി ഇതിന്റെ റേഞ്ച് കിട്ടാൻ നമ്മൾ സാധാരണ ലോജിക് ഉപയോഗിക്കുകയാണ്. ഈ ഫംഗ്ഷനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് പരിചയമുള്ള ഫംഗ്ഷനാണ് അല്ലേ. a² - b² എന്നുള്ള മോഡലാണ് നിൽക്കുന്നത്.
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിന്റെ എ പ്ലസ് ബി, എക്സ് മൈനസ് ടു ഇൻ എക്സ് പ്ലസ് ടു ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു അല്ലേ. ഈ എക്സ് മൈനസ് ടു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? എക്സ് പ്ലസ് ടു എന്നായിട്ട് മാറും അല്ലേ. എക്സ് പ്ലസ് ടു ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടു ആണ്. ഇതിന്റെ വാല്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരിക്കലും നമ്മൾ എക്സിന് 2 എന്ന് കൊടുക്കില്ല എന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എക്സിന് ഒരിക്കലും 2 വരില്ല. എക്സിന് 2 വരുമ്പോൾ ഇത് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ എക്സിന് ഒരിക്കലും 2 വരില്ല എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും 4 വരില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ഒരിക്കലും 4 എന്ന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? റേഞ്ച് ഇസ് ഈക്വൽ ടു r മൈനസ് 4. മൊത്തം റിയൽ നമ്പർ ആൻസർ വരും, ഒരാൾ ഒഴികെ 4 ആൻസർ വരില്ല. കാരണം 4 എപ്പോഴാണ് ആൻസർ വരിക? 4 വരണമെങ്കിൽ 2 എന്ന് കൊടുക്കണ്ടേ. പക്ഷെ 2 കൊടുക്കാൻ പറ്റില്ല എന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ y എന്ന് കൊടുത്തിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ ലോജിക് ഉപയോഗിച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റീസ് ഓഫ് ഫംഗ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്തത്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. മൂന്നാമത്തത് ഗ്രാഫിൽ ഒക്കെ പരിചയമുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫംഗ്ഷൻ. നിങ്ങൾ വായിച്ചു നോക്കൂ ക്വസ്റ്റ്യൻ. f of x is equal to x minus 3 divided by x square minus x minus 6. Write the domain of the function. Also evaluate the limit. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള കാരണം ഇതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് ഇവിടെ ഉൾപ്പെടുത്തിയത്. ലിമിറ്റ് നമുക്ക് ആ പാഠത്തിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഇവിടെ ഈസി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡൊമൈൻ എഴുതാം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഡിനോമിനേറ്ററിന് 0 കൊടുത്തു, ഇതിനെ ഫാക്ടറൈസ് ചെയ്തു, എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 2. അപ്പോൾ നമുക്ക് എക്സ് ഇസിക്കൽ 3 കിട്ടി, എക്സ് ഇസിക്കൽ ടു -2. ഇപ്പോൾ 2 പേര് ഇവിടെ പറ്റില്ല. therefore ഡൊമൈൻ ഈസ് r മൈനസ് സെറ്റ് -2 3. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ലിമിറ്റ് കാണാൻ വളരെ എളുപ്പമാണ്. നോക്കുക, നിങ്ങൾ ഈ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ നമുക്ക് ഡിനോമിനേറ്റർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 2 എന്ന് എഴുതി. ഈ എക്സ് മൈനസ് 3 ക്യാൻസൽ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും ലീസ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x+2 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ലിമിറ്റ് കാണാൻ പറയുമ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണുന്നതിന് പകരം നമ്മൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 3 f of x എന്തായിട്ട് മാറും? ലിമിറ്റ് x ടെൻസ് ടു 3 ഈ ഫംഗ്ഷൻ. കണ്ടോ, ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഫാക്ടറൈസേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇത് ലിമിറ്റ് കാണാമെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സിന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1/3 + 2 = 1/5. കണ്ടോ, ഒറ്റയടിക്ക് നമുക്ക് 2 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കിട്ടി, ഇതിൻ്റെ ഡൊമൈൻ കിട്ടി. ഡൊമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ക്ലബ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഓക്കെ, 1/5 ഡയറക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ലിമിറ്റ് കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. റൈറ്റ് ദി റേഞ്ച് ഓഫ് ദി ഫോളോയിങ്. f of x equal to box 2x. ഇത് ബോക്സ് 2x ആണ്. ഇവിടെ എക്സിന്റെ വാല്യൂ നിൽക്കുന്ന നോക്കൂ. എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1/3 മുതൽ 8/3 ആണ് എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബോക്സ് 2x എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ -1/3 <= x <= 8/3 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഫുൾ ആയിട്ട് ത്രൂ ഔട്ട് ആയിട്ട് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്ത് സംഭവിക്കും? -2/3 <= 2x <= 16/3. ഓക്കെ, എല്ലാവരെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇനീക്വാളിറ്റിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. +2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ബോക്സ് എടുക്കുകയാണ്. ബോക്സ് എടുക്കുമ്പോൾ ഈ -2/3യുടെ ഇതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ വാല്യൂ എഴുതാണ്. -2/3 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. -0.6 <= 2x <= ഇത് 5.3 ആയിരിക്കും. നമുക്ക് വേണ്ടത് ബോക്സ് 2x ആണ്. ബോക്സ് 2x ആകുമ്പോൾ ഇതിൻ്റെ എല്ലാം ബോക്സ് എടുക്കുന്നു. മൊത്തം ബോക്സ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കൂ. ഇവിടെ -0.6 എന്ന് പറഞ്ഞാൽ ഇവിടെ 5.3 ബോക്സ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ 5.3 കൊടുക്കുമ്പോൾ എന്താ ആൻസർ കിട്ടും? 5 എന്നാണ് ആൻസർ കിട്ടുക അല്ലേ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ <= 5.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 കിട്ടും. അതേസമയം ഇത് -0.6 ആണ്. -0.6ന്റെ ബോക്സ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് നമ്പറിന്റെ ബോക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ <= ഈ ആരോ ഹെഡ് ഇവിടെയാണ് നമ്മുടെ പൊസിഷൻ. അപ്പം ലെസ് വരണമെങ്കിൽ ഇങ്ങോട്ടാണ് നോക്കേണ്ടത്, ലെഫ്റ്റിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ആ താഴെ കാണുന്ന -1 -2 -3 ആണ് ഇതിന്റെ ആൻസർ. പക്ഷേ അതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണ്? യെസ്, -1 ആണ്. അപ്പോൾ ഇതിന്റെ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. -1 ആണ് -0.6ന്റെ ബോക്സ്.
5.3ന്റെ ബോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 5 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5.3 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുകൊണ്ട് ഈ 2x അപ്പോൾ എന്തായിരിക്കും ബോക്സ് 2xന്റെ റേഞ്ച് എന്ത് വരും? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതുകൊണ്ട് റേഞ്ച് -1 മുതൽ 5 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇതിന്റെ ആൻസർ ആയിട്ട് വരും. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് ആണ്. -1, 0, 1, 2, 3, 5 ആയിരിക്കും. Okay. Next question. f of x is equal to x square, g of x is equal to 2x plus 1. Find f plus g of x, f into g of x, f minus g of -1. നമുക്ക് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡയറക്റ്റ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x plus 1. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്ലസ് ഇട്ട് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് മീൻസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. മറക്കരുത്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ജി ഓഫ് എക്സ് അത്ര എഴുതിയാൽ മതി. ഇനി എഫ് മൈനസ് ജി ഓഫ് -1 ആണ്. ഇത് എഫ് മൈനസ് ജി ഓഫ് -1 എന്നാണ് വായിക്കേണ്ടത്. അതിൻ്റെ ഡെഫിനിഷൻ എഫ് ഓഫ് -1 മൈനസ് ജി ഓഫ് -1. ഓക്കെ, ഇവിടെ -1 ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എഫിൽ കൊണ്ടുപോയിട്ട് -1 കൊടുക്കുന്നു. ഇവിടെ കണ്ടോ, ഇതാണ് എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ മൈനസ് ജി ഓഫ് -1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ -1 കൊടുക്കുന്നു. 2 × -1 + 1, 2 × -1 + 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ഇവിടെ -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ എഫ് മൈനസ് ജി ഓഫ് -1 പകരം എഫ് മൈനസ് ജി ഓഫ് എക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതാ എഫ് മൈനസ് ജി ഓഫ് എക്സ് ആണ് ചോദ്യം എങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -2x -1 എന്നാണ് വരിക. അപ്പോൾ ഇതിൽ -1 എന്ന് കൊടുത്താലും മതി. എഫ് മൈനസ് ജി ഓഫ് -1 ഈ ഒരു ഫംഗ്ഷനിൽ -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് -1 എന്ന് കൊടുത്താൽ -1ന്റെ സ്ക്വയർ +1, ഇവിടെ -1 എന്ന് കൊടുത്താൽ ഇത് +2, ഇത് -1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, ഇത് ജനറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പോയിന്റിൽ മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ എഫ് മൈനസ് ജി ഓഫ് 2 ചോദിച്ചാൽ എഫ് ഓഫ് 2 മൈനസ് ജി ഓഫ് 2. എഫ് മൈനസ് ജി ഓഫ് 3 ചോദിച്ചാൽ എഫ് ഓഫ് 3 മൈനസ് ജി ഓഫ് 3. എഫ് ഓഫ് 3 കിട്ടണമെങ്കിൽ ഇവിടെ 3², ജി ഓഫ് 3 കിട്ടണമെങ്കിൽ ഇവിടെ 3 കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? ഇനി എഫ് ബൈ ജി ചോദിച്ചാൽ x² ഡിവൈഡഡ് ബൈ 2x plus 1. അതാണ് ഓൾജിബ്ര ഓഫ് ഫങ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസിക്കൽ x plus 2 ഡിവൈഡ് ബൈ x minus 2. Prove that f of x into f of minus x plus f of 0 is equal to 0. നോക്കാം നമുക്ക്. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് 0 ആണ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ടല്ലോ, x plus 2 ഡിവൈഡ് ബൈ x minus 2. അതേപോലെ എഴുതി. എഫ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ പൊസിഷനിലെല്ലാം നമ്മൾ -x എന്ന് എഴുതിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ പൊസിഷനിലെല്ലാം -x എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? -x plus 2 divided by -x minus 2. കണ്ടോ, എക്സിനെ മാത്രം മാറ്റി എഴുതി, എക്സിന് പകരം -x പ്ലസ്. ഇനി എഫ് ഓഫ് 0 എന്താ? ഇവിടെ 0 എന്ന് കൊടുത്താൽ 0 + 2 0 - 2 2 2 ക്യാൻസൽ ചെയ്യുന്നു, -1 എന്നാണ് ആൻസർ കിട്ടുക അല്ലേ? അപ്പം പ്ലസ് എഫ് ഓഫ് 0ന്റെ ആൻസർ -1. ഇതാ ഇവിടെ 0 കൊടുത്താൽ മതി, അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടും -1 എന്ന്. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്? ഓക്കെ, ഇവിടെ x plus 2 divided by x minus 2 എഴുതുന്നു. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്ന് നെഗറ്റീവ് കോമൺ ഫാക്ട് എടുക്കുന്നു. എവിടെ നിന്ന്? ഇതാ ഇവിടെ നിന്ന് നമ്മൾ നെഗറ്റീവ് കോമൺ ഫാക്ട് എടുക്കുന്നു. മൈനസ് കോമൺ ഫാക്ട് എടുത്താൽ -(x plus 2) എന്നായിട്ട് മാറി. വേറെ ഒന്നും ചെയ്തിട്ടില്ല, നെഗറ്റീവ് കോമൺ ഫാക്ട്. എന്നിട്ട് ഈ x plus 2 ക്യാൻസൽ ചെയ്തു. ഇതാ ഇവിടെ കാണുന്ന ഈ x plus 2 ഈ x plus 2 അങ്ങ് ക്യാൻസൽ ചെയ്തു. ഇത് ഇൻറ്റു നാട്ടോ, ഇത് x minus 2 ഇൻറ്റു നെഗറ്റീവ് x plus 2. അവിടെ മൈനസ് എന്നല്ല വായിക്കേണ്ടത്, ശരിക്കും യഥാർത്ഥത്തിൽ ഇൻറ്റു ആണ്. ഇവിടെ ബ്രാക്കറ്റ് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇതിൽ ഈ x plus 2 ക്യാൻസൽ ചെയ്തിട്ട് ഈ മൈനസിനെ കൊണ്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് നെഗറ്റീവ് x plus 2, ന്യൂമറേറ്റർ ഒരു ചേഞ്ചും ഇല്ല, -x plus 2. ഡിനോമിനേറ്റർ ഈ മൈനസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -x plus 2 എന്നായിട്ട് മാറും. -x plus 2. ഓക്കെ, എന്തൊക്കെ ചെയ്തു? ഈ x plus 2 ക്യാൻസൽ ചെയ്തു. ഇവിടെയുള്ള നെഗറ്റീവ് x plus 2 അതുപോലെ എഴുതി. ഈ നെഗറ്റീവ് വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ -x plus 2 എന്നായിട്ട്. ഇത് രണ്ടും സെയിം അല്ലേ? രണ്ടും ക്യാൻസൽ ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. 1 - 1 എന്ന ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് 0 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശ്രദ്ധിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ 0 എന്ന് കിട്ടും. നല്ല ശ്രദ്ധ ഉണ്ടാവണം ഇത് എഴുതുമ്പോൾ. നെഗറ്റീവും പോസിറ്റീവും ബ്രാക്കറ്റും എല്ലാം നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ f is given by 1 1 2 3 0 minus 1 minus 1 minus 3. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബി എ ലീനിയർ ഫംഗ്ഷൻ ഫ്രം z to z, ഫൈൻഡ് f of x. ഈ ഫംഗ്ഷൻ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ f of xന്റെ എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ജനറൽ എക്സ്പ്രഷൻ. നമുക്ക് നോക്കാം. ഇവിടെ 1ന്റെ ഇമേജ് 1 ആണ്, 2യുടെ ഇമേജ് 3 ആണ്, 0യുടെ ഇമേജ് -1 ആണ്, -1ന്റെ ഇമേജ് -3 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? f of 1 ആണ് 1ന്റെ ഇമേജ് 1, f of 2 ആണ് 3, f of 0 -1, f of -1 ഇതാണ് 1ന്റെ ഇമേജ് 1 എന്നുള്ളതിന് f of എന്നാണ് എഴുതുന്നത് നമ്മൾ. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആവുന്ന ഫംഗ്ഷൻ ആണ് അല്ലേ? അതിന്റെ ജനറൽ ഫോം നമുക്ക് എഴുതാം. ഒരു ലൈൻ ആയിരിക്കും ഇതിന്റെ ഗ്രാഫ്, y = mx + c അല്ലേ? f of x = mx + c ആണ്. ഒരു ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ജനറൽ ഫോം f of x = mx + c. നമുക്കറിയാം ലൈനിന്റെ ഇക്വേഷൻ mx + c എന്നുള്ള മോഡലാണ് ഉണ്ടാവുക. ഇവിടെ ഒന്നാമത്തെ ക്ലൂ നമ്മൾ ഈ ഒരു ക്ലൂ ഉപയോഗിക്കുകയാണ്. f of 0 = -1. 0 വരുന്നത് കൊണ്ട് കുറച്ച് സൗകര്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് f of 0 = -1 ആദ്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, f of 0 is equal to -1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ f of 0 ഇവിടെ 0 എന്ന് കൊടുക്കുന്നു, നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു. m × 0 + c എന്നായിരിക്കും. f of 0 ആണ് ഈ കാണുന്നത്, അതിന് -1 എന്ന് കൊടുത്തു. ഓക്കെ, f of 0 = -1, ഇവിടെ 0 എന്ന് കൊടുത്തുന്നു. അപ്പോൾ m × 0 + c = -1. m × 0 0 തന്നെ, c = -1 എന്ന് കിട്ടി. അപ്പോൾ c = -1. സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി m കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. അതിന് നമ്മൾ രണ്ടാമത്തെ ക്ലൂ, 1 2 3 ക്ലൂ ഇവിടെ ബാക്കിയുണ്ട്, ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് വൺ തന്നെ യൂസ് ചെയ്യുന്നു. f of 1 = 1. എന്താ f of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ x ന് 1 കൊടുക്കുന്നു. അപ്പോൾ m × 1 + c, m × 1 + c = 1. ഇതാണ് f of 1, that is equal to 1. സിയുടെ വാല്യൂ -1 എന്ന് കൊടുത്തു, m - 1 = 1. m × 1 m തന്നെ എഴുതി, c എന്താണ്? c - 1 ഇവിടെ കിട്ടിയല്ലോ. അപ്പം m - 1 = 1, therefore m = 2. ഓക്കെ, m = 2. നമ്മുടെ ഫംഗ്ഷന്റെ ആൻസർ എന്താണ്? mx + c ആണ് ആൻസർ. f of x = mx + c. m ന്റെ വാല്യൂ 2 എന്ന് കൊടുത്തു, c യുടെ വാല്യൂ -1 എന്ന് കൊടുത്തു. സോ ദ ആൻസർ ഈസ് 2x - 1 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ therefore the function is f of x = 2x - 1. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് റെയർ ആയിട്ട് ചോദിക്കാറുണ്ട്. ചോദിച്ചാൽ നിങ്ങൾ ആൻസർ എഴുതണം. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് mx + c എന്ന് എഴുതുന്നു. m ഉം c യും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട രണ്ട് വേരിയബിൾസ് ആണ്. m ഉം c യും കിട്ടാനുള്ള ക്ലൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏത് ക്ലൂ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ഗിവൺ, ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ ഈ ഗ്രാഫ് നോക്കിയിട്ട് വാട്ട് ഈസ് f of 2 എന്നാണ് ചോദ്യം. രണ്ടില് ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ്, കണ്ടോ? ഇതാണ് ഹൈറ്റ് ആണ് നോക്കേണ്ടത്. ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. അത് എത്രയാണ്? 1 ആണ്. f of 1 എത്രയായിരിക്കും? 1 ആണ്. f of 3 എത്രയായിരിക്കും? 1 ആണ്. എല്ലാം കോൺസ്റ്റന്റ് ആണ്. f of 1.5 എല്ലാം 1 ആണ്. അപ്പോൾ f of 2ന്റെ ആൻസർ 1 എന്ന ആൻസർ. ഓക്കെ, ഡൊമൈൻ ആൻഡ് റേഞ്ച് നമുക്ക് നോക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസ്. എവിടെ മുതൽ എവിടം വരെയാണ് ഈ ഫംഗ്ഷൻ നിൽക്കുന്നത്? ഇതാ -2 മുതൽ +3 വരെയാണ് ഈ ഫംഗ്ഷൻ. -2 മുതൽ +2 വരെ ഈ ഫംഗ്ഷൻ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 to 3 ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ -2 3. റേഞ്ച് നോക്കേണ്ടത് y വാല്യൂസ് ആണ്. ഇതാ y വാല്യൂസ് ഇവിടുന്ന് തുടങ്ങുന്നത്. -2 മുതൽ 0 വരെ വരുന്നുണ്ട്. 0 മുതൽ 1 വരെ y വാല്യൂസ് ഉണ്ടോ നോക്കൂ. ഇല്ല, ഗ്രാഫ് ഇല്ലല്ലോ. പിന്നെ ഉള്ളത് ഏതാ നോക്കൂ, y = 1 ആണ്. ഫുൾ ടൈം കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 ഇതിന്റെ ആൻസർ ആണ്. മാത്രമല്ല -2 മുതൽ 0 വരെ ഇതിന്റെ ആൻസർ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ റേഞ്ച് എഴുതുക? -2 to 0 എഴുതണം. യൂണിയൻ സെറ്റ് 1 ആണ് ഇതിന്റെ ആൻസർ അല്ലേ? -2 മുതൽ 0 വരെയുള്ള എല്ലാ വാല്യൂസും ഇതിന്റെ ആൻസർ ആണ്. പിന്നെ ഇവിടെ 0 മുതൽ 1 വരെ ഇല്ല. സെറ്റ് 1 ഫുൾ ടൈം കോൺസ്റ്റന്റ് ആണ്. റൈറ്റ് സൈഡിൽ ഫുൾ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് സെറ്റ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. -2 to 0 പിന്നെ സെറ്റ് 1. ഇനി f of x എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എങ്ങനെ f of x എഴുതും നോക്കൂ നിങ്ങൾ. -2 മുതൽ 0 വരെ ഈ ഫംഗ്ഷൻ, ഇത് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഒരു ഭാഗം മാത്രം, ഒരു പാർട്ടാണ് അല്ലേ? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y = x ആണ്. -2 മുതൽ 0 വരെ ഇത് x തന്നെയാണ്. പക്ഷേ 0 മുതൽ 3 വരെ ഈ ഫംഗ്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, 1 ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? f of x = x. -2 മുതൽ 0 വരെ ഇത് x തന്നെയാണ്. 0 മുതൽ 3 വരെ ഈ ഫംഗ്ഷൻ എന്താണ്? 0 മുതൽ 3 വരെ ഫംഗ്ഷന്റെ വാല്യൂ
1 ആണ്. കറക്റ്റ് അല്ലേ? നോക്കൂ, സീറോയിൽ ഏതാ വാല്യൂ? സീറോയിൽ 0 തന്നെയാണ്. കണ്ടോ, ഇവിടെ 0 നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ റൗണ്ട് ചെയ്തിട്ടില്ല, കണ്ടില്ലേ നിങ്ങൾ? സീറോയുടെ ആൻസർ 1 അല്ല, സീറോയിൽ ആൻസർ 0 ആണ്. സീറോയിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാത്രമാണ് ആൻസർ 1. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് വേണമെങ്കിൽ ഫംഗ്ഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. അടുത്ത സമീപകാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഇങ്ങനെ ഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണാറുണ്ട്. അതുകൊണ്ട് ഗ്രാഫിലൂടെ നിങ്ങൾക്ക് ഡൊമെയിനും റേഞ്ചും കാണാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ഗ്രാഫ് തന്നിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു 2 സെഷനോട് കൂടി നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന പാഠഭാഗത്തിലെ സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.